ബിരിയാണി കഴിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷെ കഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഹെവിനെസ്സും മയക്കം ഒക്കെ വരുന്നു എന്നാണ് എല്ലാവരും കംപ്ലൈന്റ്. നല്ല ഹെവി മസാലയൊക്കെ ഉള്ള ബിരിയാണി കഴിച്ചു മടുത്തവർക്ക് അധികം മസാല ഒന്നും ഇല്ലാത്തൊരു ബിരിയാണി ട്രൈ ചെയ്താലോ? നമ്മുടെ സ്വന്തം തലശ്ശേരി ബിരിയാണി. അപ്പൊ നമുക്ക് സ്ട്രെയിറ്റ് റെസിപ്പിയിലേക്ക് പോവാം. 1 കിലോ ബിരിയാണിയാണ് ഞാനിന്ന് ഉണ്ടാക്കുന്നത്. ആദ്യം തന്നെ 4 ഉള്ളി നീളത്തിൽ അരിഞ്ഞ് നമ്മൾ വറുത്തെടുക്കുന്നുണ്ട്. സൺഫ്ലവർ ഓയിൽ പ്ലസ് 2 ടേബിൾ സ്പൂൺ നെയ്യാണ് വറുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് കേട്ടോ. ഈ സ്റ്റെപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം വേറെ ഉള്ളിയൊന്നും നമ്മൾ മസാലയിലേക്ക് ഇടുന്നില്ല. ഉള്ളി ഒരു ലൈറ്റ് ബ്രൗൺ ആകുമ്പോൾ തന്നെ കോരിയെടുക്കാം, കരിഞ്ഞു പോകരുത്. ഇനി മസാല ഉണ്ടാക്കാൻ ഉള്ളി പൊരിച്ച ഓയിൽ തന്നെ കുറച്ചെടുത്ത് ഒരു അര ഉള്ളി അരിഞ്ഞതും കൂടി ചേർക്കാം. ഇനി ചേർക്കേണ്ടത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും 3 കൂടി ചതച്ചതാണ് കേട്ടോ. ഞാൻ ആ സ്റ്റെപ്പ് സത്യം പറഞ്ഞാൽ മറന്നുപോയി, പിന്നീടാണ് ചേർത്തത്. നിങ്ങൾ മറക്കരുത് കേട്ടോ. അളവ് ഞാൻ സ്ക്രീനിൽ കൊടുക്കാം. 1 ടീസ്പൂൺ ഈ ചതച്ച് വെച്ചതെന്ന് നമ്മൾ മാറ്റി വെക്കണം, ചോറ് വയ്ക്കുമ്പോൾ ആവശ്യമുണ്ട്. പച്ചമണം പോയി കഴിഞ്ഞാൽ നേരെ കഴുകി റെഡിയാക്കിയ നമ്മൾ 1 കിലോ ചിക്കൻ അതിലേക്ക് ആഡ് ചെയ്യാം. ചിക്കൻ്റെ കളർ ഒന്ന് മാറിക്കഴിഞ്ഞാൽ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് നല്ല പഴുത്ത 3 തക്കാളി ആഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോഴാണ് ഇഞ്ചി വെളുത്തുള്ളി എനിക്ക് ഓർമ്മ വന്നത്. ഇനി ആഡ് ചെയ്യേണ്ടത് നല്ല പുളിയുള്ള തൈരാണ് കേട്ടോ. 2 വലിയ കയ്യിൽ തൈര് ആഡ് ചെയ്യുന്നുണ്ട്. ഈ തൈരും തക്കാളിയിലും ആണ് ചിക്കൻ വേവേണ്ടത്. ചെറുതായി വെന്ത് വരുമ്പോൾ വറുത്ത ഉള്ളി ആഡ് ചെയ്യണം. ചിക്കൻ്റെ കളർ കണ്ട് വെള്ള ചിക്കൻ ആവുമെന്ന് ആരും പേടിക്കണ്ട. ഉള്ളി ആഡ് ചെയ്ത് ഇനിയാണ് ചിക്കൻ്റെ കളർ കിട്ടാൻ പോകുന്നത്. ഇനി നമ്മൾ ഇടുന്നത് ഗരം മസാലയാണ്. 1 ടേബിൾ സ്പൂൺ ഗരം മസാല അല്ലാതെ ഈ ബിരിയാണിയിൽ ഒരു മസാലപ്പൊടി നമ്മൾ ചേർക്കുന്നില്ല കേട്ടോ. ഗരം മസാല ആഡ് ചെയ്ത് ഈ വെള്ളം കംപ്ലീറ്റ് വറ്റി വരണം. ആ ടൈം കൊണ്ട് നമുക്ക് ചോറുണ്ടാക്കാം. 1 കിലോ ജീരകശാല അരിയാണ് എടുക്കുന്നത്. അത് കഴുകി അരമണിക്കൂർ വെള്ളത്തിൽ കുതിർക്കാൻ വെക്കണം. ഒരു ബിരിയാണി പോട്ടിലേക്ക് നേരത്തെ പൊരിച്ച് ഉള്ളിയുടെ ഓയിൽ തന്നെ എടുക്കുക. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ആഡ് ചെയ്ത് പിന്നെ ബിരിയാണിയുടെ ഹോൾ സ്പൈസസ് പട്ട, ഏലക്ക, കരാമ്പൂ, ജാതിക്ക, ബേ ലീഫ്, ജാതിപത്രി ഇതൊക്കെ വളരെ കുറച്ച് ആഡ് ചെയ്യുക. സ്പൈസസ് പൊട്ടി വരുമ്പോൾ കുറച്ച് ഉള്ളിയും അരിഞ്ഞതും ക്യാരറ്റും ആഡ് ചെയ്യുന്നുണ്ട്. ഉള്ളി ബ്രൗൺ കളർ ആവരുത്, അപ്പോൾ ചോറിന്റെ കളറും മാറും. ഇനി അതിലേക്ക് 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം എന്ന രീതിയിലാണ് എടുക്കുന്നത്. അതിന് അര കപ്പ് ഒഴിവാക്കണം. അതായത് 4 കപ്പ് അരിയാണ് ഞാൻ എടുത്തത്. അപ്പോൾ 8 കപ്പ് വെള്ളത്തിന് പകരം 7.5 കപ്പാണ് ഞാൻ എടുക്കുന്നത്. ദം ഇടുന്നതുകൊണ്ടാണ് അരക്കപ്പ് ഒഴിവാക്കിയത്. നെയ്ച്ചോറാണെങ്കിൽ നിങ്ങൾക്ക് 8 കപ്പ് ഫുള്ള് എടുക്കാം കേട്ടോ. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് വെള്ളം തിളക്കാൻ വെയിറ്റ് ചെയ്യാം. അപ്പോഴേക്കും നമ്മുടെ ചിക്കൻ വെള്ളമൊക്കെ വറ്റിയെല്ലാം അടിപൊളിയായിട്ടുണ്ട്. കുറച്ച് മല്ലിയിലയും പുതിനയിലയും നാരങ്ങനീരും ചേർത്ത് ചിക്കൻ അടുപ്പിൽ നിന്ന് മാറ്റി വയ്ക്കാം. ചോറിനുള്ള വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. അര നാരങ്ങ നീര് ഒഴിക്കുന്നുണ്ട്. ഇനി വെള്ളം വാർന്ന് റൈസ് ആഡ് ചെയ്യാം. നന്നായി മിക്സ് ചെയ്ത് ഉപ്പ് നോക്കി കുറവാണെങ്കിൽ കുറച്ച് ആഡ് ചെയ്തോളൂ കേട്ടോ. ഇനി നമ്മൾ ആദ്യം മാറ്റി വെച്ച വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ചതച്ചതില്ലേ, അത് ചേർത്ത് കൊടുക്കാം. ഒരു ഫ്ലേവറിന് വേണ്ടിയാണ്. ഇനി ഹൈ ഫ്ലെയിമിൽ മൂടി വെച്ച് റൈസ് വേവിക്കാം. തുറന്ന് നോക്കുമ്പോൾ ഈ ഒരു സ്റ്റേജ് എത്തുമ്പോൾ, അതായത് മുകളിൽ വെള്ളം വറ്റി വരുമ്പോൾ നേരെ ഫ്ലെയിം ലോയിൽ ഇടുക. എന്നിട്ട് കൃത്യം 6 മുതൽ ഒരു 7 മിനിറ്റ് മതിയാവും. അപ്പോഴേക്കും കംപ്ലീറ്റ് വെള്ളം വറ്റിയിട്ടുണ്ടാവും. ഇതുപോലെ അരി ഇപ്പോൾ ഒരു 80% കുക്കായിട്ടുണ്ട്. ബാക്കി ദമ്മിലാണ് കുക്കാവേണ്ടത് കേട്ടോ. അപ്പോൾ ദം ഇടാനായിട്ട് ഒരു വലിയ പോട്ട് എടുക്കുക. ഞാൻ ഇതിൽ തന്നെയാണ് ദം ചെയ്യുന്നത്. അതുകൊണ്ട് ചോറൊക്കെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. എന്നിട്ട് ഫസ്റ്റ് ലെയർ ചിക്കൻ ഇടണം, കാരണം ചിക്കനിൽ ഇനിയും വെള്ളം ഉണ്ടാവും. അതുകൊണ്ട് കരിഞ്ഞു പോകില്ല. പിന്നെ റൈസ് ലെയറായിട്ട് ആഡ് ചെയ്യുന്നുണ്ട്. ഓരോ ലെയറും ആഡ് ചെയ്യുമ്പോൾ നന്നായി പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇങ്ങനെ ചെയ്താലാണ് ആ സ്റ്റീം അതിൻ്റെ ഉള്ളിൽ ട്രാപ്പായിട്ട് നിൽക്കുള്ളൂ. ആ സ്റ്റീമിലാണ് നമ്മൾ ദം പ്രോസസ്സ് നടക്കുന്നത്. ഇനി ഗാർണിഷ് ചെയ്യാൻ മല്ലി, പുതിന, ചോപ്പ് ചെയ്തതും, വറുത്തുള്ളി, കാഷ്യൂ, മുന്തിരി ഇതൊക്കെ ആഡ് ചെയ്യാം. 1 ടീസ്പൂൺ നെയ്യും മുകളിലൂടെ ആഡ് ചെയ്ത് 1/4 ടീസ്പൂൺ ഗരം മസാല ഒന്ന് മുകളിലോട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി റോസ് വാട്ടർ തിളച്ച് കൊടുക്കാൻ പറ്റിയാൽ നന്നാവും കേട്ടോ. ഞാൻ എപ്പോഴും ഉണ്ടാക്കിയാലും അത് ആഡ് ചെയ്യാറുണ്ട്. പക്ഷെ ഇപ്പം എൻ്റെ അടുത്ത് ഉണ്ടായില്ല, അതുകൊണ്ടാണ് വീഡിയോയിൽ കാണിക്കാത്തത്. ഇനി ഫോയിൽ പേപ്പർ വെച്ച് മൂടി 10 മിനിറ്റ് വളരെ ലോ ഫ്ലെയിമിൽ ദം ചെയ്യാം കേട്ടോ. 10 മിനിറ്റ് കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യണം. 1 മണിക്കൂർ കഴിഞ്ഞ് നമുക്ക് ദമ്മ് പൊട്ടിക്കാം. തുറക്കുമ്പോൾ തന്നെ നല്ല മണം വരുന്നുണ്ട്. ചോറ് നോക്കി കഴിഞ്ഞാൽ തന്നെ എല്ലാം നന്നായി കുക്കായിട്ടുണ്ട്. ചോറും മസാലയും മിക്സ് ചെയ്ത് വിളമ്പാട്ടോ. കുറച്ച് ബിരിയാണിയും കുറച്ച് തൈര് സാലഡും അച്ചാറും പപ്പടമൊക്കെ കൂട്ടി ഒരു പിടുത്തം. അടിപൊളിയാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി താഴെ അഭിപ്രായം പറയൂ കേട്ടോ. അപ്പോൾ അടുത്ത റെസിപ്പി വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.